അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. വിജ്ഞാനമെന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവനാഡി എന്നാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നാം ഭൗതികവും ആത്മീയവുമായിട്ടുള്ള രണ്ട് വിദ്യാഭ്യാസങ്ങളെയും നാം നേടിയെടുക്കുവാൻ തയ്യാറാവും. അതിനാൽ നാം പഠിക്കുന്നതായ വിജ്ഞാനങ്ങളെ, ഇൽമുകളെ നാഫിയാക്കുവാനും നാം ശ്രദ്ധിക്കുക. ഇന്ന് വലിയ വലിയ പണ്ഡിതന്മാർ, അവരെ മരിച്ചാലും അവരെ ആൾക്കാർ സ്മരിക്കപ്പെടുകയാണ്. കാരണം അവരുടെ ഇൽമിൻ്റെ പേരിലാണ്. നിമിഷ കവി എന്നറിയപ്പെടുന്ന തഴവ മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തെ ഇന്ന് ഓർക്കാത്ത ഒരാളും തന്നെയില്ല. മതപ്രഭാഷണ രംഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുമില്ലാത്തതായ ഒരു പ്രഭാഷണവുമില്ല. കാരണം അദ്ദേഹം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുകയും അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ്. അതിനാൽ അൽ ഉലമാഉ വറസത്തുൽ അൻബിയാ, ആലിമീങ്ങൾ അൻബിയാക്കളുടെ അനന്തരാവകാശികളാണ് എന്നാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നാം ധാരാളം ഇൽമുകളെ കരസ്ഥമാക്കുവാൻ നാം ശ്രദ്ധിക്കുക. ഇൽമുകളെ നാഫിയാക്കുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ നാം ധാരാളം വിജ്ഞാനങ്ങളെ നാം കരസ്ഥമാക്കുവാൻ നാം ശ്രദ്ധിക്കുക. പഠിക്കുന്ന വിജ്ഞാനങ്ങളെ നാഫിയാക്കുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും ആ വിജ്ഞാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാനും നാം ശ്രദ്ധിക്കുക. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ലാ ഹസദ ഇല്ലാ ഫിൽ ഇസ്നത്തൈനി, രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്ക് രാവും പകലുമായി അദ്ദേഹം വലിയൊരു പണ്ഡിതനാണ്. ആ വിജ്ഞാനങ്ങൾ, അള്ളാഹു നൽകിയിട്ടുള്ള ആ വിജ്ഞാനങ്ങളെ ഒരു പണ്ഡിതൻ ആ വിജ്ഞാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കും. ജനങ്ങളെ ഇസ്ലാമിൻ്റെ പാതയിലേക്ക് നയിക്കും. ജനങ്ങൾക്ക് നാഫിയായ ഇൽമിനെ പ്രചരിപ്പിക്കും. അങ്ങനത്തതായ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കും. അങ്ങനത്തതായ ഒരു പണ്ഡിതൻ. രണ്ടാമത്തത് വലിയ പണക്കാരൻ. അദ്ദേഹം ആ ധനം ഉപയോഗിച്ചുകൊണ്ട് പാവങ്ങളെ സഹായിക്കും. സമൂഹത്തിലെ ദുർബലരായ ആൾക്കാരെയും സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുകയും മദ്രസയ്ക്ക് വേണ്ടിയും പള്ളിക്ക് വേണ്ടിയും ദാനങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസദ് വെക്കുവാൻ പാടില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ധാരാളം വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കുവാനും ആ വിജ്ഞാനങ്ങളെ ഇൽമിൻ്റെ മാർഗത്തിലേക്ക് ഉപയോഗിക്കുവാനും നാം ശ്രദ്ധിക്കുക. നാം വലിയ പണ്ഡിതനെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആ പാണ്ഡിത്യത്തെ ജനങ്ങളിലേക്ക് എത്തിപ്പിക്കുക. അങ്ങനെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്തെങ്കിൽ മാത്രമേ ആ വിജ്ഞാനങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് പ്രയോജനമുണ്ടാവുകയുള്ളൂ. അതിനാൽ നാം നാഫിയായ ഇൽമിനെ നാം പ്രചരിപ്പിക്കുക. അങ്ങനെ നാം ഇത്തഖുല്ലാ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രദ്ധിക്കുക. അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.